ഹലോ, വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് മഷ്റൂം തോരൻ റെഡിയാക്കിയാലോ. ഫസ്റ്റ് തന്നെ നമുക്ക് മഷ്റൂം നന്നായിട്ട് ക്ലീൻ ചെയ്ത് നമുക്ക് വേണ്ട സൈസിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മളതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം. മസാലയൊക്കെ അതിലേക്കൊന്ന് സെറ്റ് ആവാൻ വേണ്ടി നമുക്കൊരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്കിത് കുക്ക് ചെയ്യാനുള്ള പാൻ വെച്ച് കൊടുത്ത് അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1/4 സ്പൂൺ കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുകൊക്കെ നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പം ഒരു മീഡിയം സൈസുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത്, 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത്, 1 സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ചത്, പിന്നെ കുറച്ച് കറിവേപ്പില, ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1/4 സ്പൂൺ ഗരം മസാലയോ ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള മഷ്റൂം ചേർത്ത് കൊടുത്ത് കുക്ക് ചെയ്തെടുക്കാം. കുക്ക് ചെയ്യുമ്പോൾ നമ്മളിതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ഓൾറെഡി മഷ്റൂമിനകത്ത് വെള്ളമുണ്ട്, അത് ഇതിലേക്ക് ഇറങ്ങി ഇത് നന്നായിട്ട് കുക്കായിക്കോളും. ആദ്യം നമ്മളൊന്ന് കവർ ചെയ്ത് വെച്ച് കുക്ക് ചെയ്യണം, ലോ ഫ്ലെയിമിൽ വെച്ച്. പിന്നെ നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് കുക്ക് ചെയ്യാം. ഇത് കുക്കാകുന്ന ടൈമിലേക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് നമ്മൾ തേങ്ങ തിരുമ്മിയതെടുത്തിട്ടുണ്ട്, അരമുറി ഫുള്ളായിട്ട് എടുത്തിട്ടില്ല. പിന്നെ നമ്മളിതിലേക്ക് 1/4 സ്പൂൺ പെരിഞ്ജീരകം, വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും 1/4 സ്പൂൺ മുളക് പൊടിയും ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇപ്പം നമ്മളുടെ മഷ്റൂമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. നമ്മൾ തേങ്ങ അരച്ചപ്പോൾ അതിൽ ഉപ്പ് ചേർത്തിട്ടില്ല, അതുകൊണ്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മഷ്റൂം തോരൻ റെഡി ആയിട്ടുണ്ട്. ശരിക്കും നമ്മൾ നോൺ വെജ് തോരൻ വെക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെയാണ്. കക്കാറച്ചി, കൊഞ്ച്, ഞണ്ട് അതൊക്കെ ആ തോരൻ വെക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും റെഡിയാക്കി കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. താങ്ക്